2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 538 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് അവകാശപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് രംഗത്തെത്തിയ വാർത്ത കഴിഞ്ഞയാഴ്ചയാണ് പുറത്തുവന്നത്. ADRന്റെ വിശകലനമനുസരിച്ച് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 362 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5,54,598 വോട്ടുകൾ കുറവാണ്. മാത്രമല്ല 176 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 35,093 വോട്ടുകൾ അധികം എണ്ണപ്പെട്ടുവെന്നും ADR റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ADRന്റെ വിശകലനം പുറത്തുവന്നെങ്കിലും ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ജൂലൈ അവസാന വാരം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ADR സ്ഥാപകൻ ജഗ്ദീപ് ചോക്കർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അന്തിമ പോളിംഗ് ഡാറ്റ പുറത്തുവിടുന്നതിൽ അമിതമായ കാലതാമസമുണ്ട്. വിവിധ മണ്ഡലങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടിംഗ് ഡാറ്റയും ലഭ്യമല്ല. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അന്തിമമാക്കിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അവ്യക്തതയുണ്ടെന്നും ADR റിപ്പോർട്ടിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആധികാരികതയെക്കുറിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ഉയർത്തുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ഈ വോട്ടുകളുടെ വ്യത്യാസം കണ്ടെത്തിയ മണ്ഡലങ്ങളെക്കുറിച്ചും അവിടുത്തെ ഫലങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ADR വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ADR പുറത്തുവിട്ട റിപ്പോർട്ടിൽ നമ്മുടെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും കണക്കുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മണ്ഡലം ആലപ്പുഴയാണ്. കാരണം ADR പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ആലപ്പുഴ മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വോട്ടുകൾ 14,82,000 അതേസമയം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടുകൾ 10,50,726 എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി എണ്ണപ്പെട്ടത് 10,42,798 വോട്ടുകൾ മാത്രമാണെന്നും ADR റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് ചെയ്ത വോട്ടുകളെക്കാൾ എണ്ണിയ വോട്ടുകൾ 7,928 കുറവാണെന്നാണ് ADR റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. UDF സ്ഥാനാർത്ഥിയായി KC വേണുഗോപാലും LDF സ്ഥാനാർത്ഥിയായി MA ആരിഫും BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനുമാണ് മണ്ഡലത്തിൽ മത്സരിച്ചത്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലാണ്. 4,04,560 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. രണ്ടാം സ്ഥാനത്ത് CPM സ്ഥാനാർത്ഥിയായ MA ആരിഫ് 3,41,047 വോട്ടുകൾ നേടി. മൂന്നാം സ്ഥാനത്തെത്തിയ BJPയിലെ ശോഭാ സുരേന്ദ്രൻ 2,99,648 വോട്ടുകളും നേടിയിരുന്നു. KC വേണുഗോപാൽ മണ്ഡലത്തിൽ വിജയിച്ചത് 63,513 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ ADR റിപ്പോർട്ട് പ്രകാരം മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 7,928 വോട്ടുകൾ കുറവാണ് എണ്ണിയിട്ടുള്ളത് എന്നാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ആറ്റിങ്ങൽ ഒഴികെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളിലും എണ്ണിയ വോട്ടുകളിലും വ്യത്യാസമുണ്ടെന്ന് ADR റിപ്പോർട്ട് പറയുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെല്ലാം കറക്റ്റാണ്. പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ റിപ്പോർട്ടിൽ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആലപ്പുഴ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ, 7,298 വോട്ടുകൾ. തൃശൂർ, തിരുവനന്തപുരം, പൊന്നാനി, മാവേലിക്കര, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കൂടുതൽ എണ്ണിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഈ മണ്ഡലങ്ങളിലൊന്നും ജയത്തിനാവശ്യമായ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാനുള്ള വോട്ടുകൾ ഈ രേഖപ്പെടുത്താത്ത വോട്ടുകൾക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വാർത്തയാകാത്തത്. ADR റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കണക്കുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ മണ്ഡലത്തിലാണെന്ന് പറഞ്ഞുവല്ലോ. ഈ എണ്ണപ്പെടാത്ത 7,928 വോട്ടുകൾ ആർക്കു ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ ഈ വോട്ടുകളിൽ കുറച്ചെങ്കിലും BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ 3 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർന്നേനെ എന്നുള്ള കാര്യവും ഉറപ്പാണ്. മണ്ഡലത്തിൽ വിജയിച്ച KC വേണുഗോപാൽ 63,513 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം വന്ന 7,928 വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നില്ല. ഈ വോട്ടുകൾ കുറച്ചെങ്കിലും ആശ്വാസമാകുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോയ ശോഭാ സുരേന്ദ്രന് മാത്രമാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും കഴിഞ്ഞാൽ 3 ലക്ഷം കടന്ന അടുത്ത സ്ഥാനാർത്ഥി എന്ന പേര് ശോഭാ സുരേന്ദ്രന് ലഭിക്കുമായിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ആമ്രേലി, ആറ്റിങ്ങൽ, ലക്ഷദ്വീപ്, ഭദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവയൊഴികെ 538 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പോൾ ചെയ്യുകയും എണ്ണുകയും ചെയ്ത വോട്ടുകളിൽ കാര്യമായ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ടിൽ പറയുന്നത്. സൂറത്ത് പാർലമെന്റിൽ മത്സരമുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നിന്ന് BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു.
ഈ രീതിയിൽ 538 പാർലമെൻറ്റ് സീറ്റുകളിൽ പോൾ ചെയ്തതും എണ്ണിയതും തമ്മിൽ 5,89,691 വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടെണ്ണൽ സംബന്ധിച്ച അന്തിമവും ആധികാരികവുമായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നും ADR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. EVMകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ, അവയുടെ എണ്ണത്തിലെ പൊരുത്തക്കേടുകൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ്, ബൂത്ത് തിരിച്ചുള്ള വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താത്തത്, പോൾ ചെയ്ത വോട്ടുകളുടെ ഡാറ്റ പുറത്തുവിടുന്നതിലെ അനാവശ്യ കാലതാമസം എന്നീ വിഷയങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ടെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം നിയമലംഘനങ്ങളും ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ നിയമലംഘനങ്ങളും ക്രമക്കേടുകളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടതായും ADR സ്ഥാപകൻ ജഗദീപ് ചൊക്കർ പറഞ്ഞു. ഇത് വോട്ടർമാരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. ഈ ആശങ്കകൾ ഗൗരവമായി കാണുകയും അവ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണമെന്നും ADR റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.